എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഒരുവിധം സുഖം തന്നെ. ഇന്ന് കിട്ടിയിരിക്കുന്ന മീനാണിത്. ഇതിനെ നമ്മുടെ നാട്ടിൽ കണ്ണൻകുഴിയാള എന്നാണ് പറയുന്നത്. വലിയ കണ്ണുള്ളത് കൊണ്ടാവാം കണ്ണൻകുഴിയാള എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇതിൽ ഒരു മീൻ ഞാൻ തീയൽ വയ്ക്കാൻ പോവുകയാണ്. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അതിൽ ഒരു മീൻ ഞാൻ തീയൽ വയ്ക്കുകയാണെന്ന് പറഞ്ഞല്ലോ നിങ്ങളോട്. അതിന് തീയൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വറുക്കാൻ എടുത്തിരിക്കുന്നതാണ്. കുറച്ച് തേങ്ങ, കുറച്ച് പുളി, പിഴുപുളി, നമ്മുടെ വാളംപുളി, പിന്നെ 2 പീസ് ഉള്ളി, ഒരു നുള്ള ഉലുവ, ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചുവന്ന് വരുമ്പോഴേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കും. അത് മറന്നുപോയി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർക്കും. കുരുമുളക് ചേർത്ത് ഞാൻ വറുക്കട്ടെ. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചോക്കുമ്പോൾ ചേർക്കും. നല്ല രുചിയായിരിക്കും. ഈ മീൻ തീയലിനോടൊപ്പം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാം. പിന്നെ മുരിങ്ങയ്ക്ക ചേർക്കാം, ടൊമാറ്റോ ചേർക്കാം. പച്ച ടൊമാറ്റോ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ കുരുമുളക് ഇടാൻ മറന്നുപോയി. കുരുമുളക് ഇട്ടിട്ട് വറുക്കട്ടെ. വറുത്തത് നല്ലതുപോലെ ചുവന്ന് വന്നു. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണില്ല 1/2 ടീസ്പൂൺ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ല, മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. കുരുമുളകാണ് കൂടുതലും ചേർത്തിട്ടുള്ളത്. ഇനി പച്ചമുളകും കൂടെ ചേർക്കുമ്പോഴേക്കും എരിവ് ആവശ്യത്തിനുള്ള കൂടുതൽ എരിവുണ്ടാവും. അതുകൊണ്ട് ഞാൻ വറ്റൽമുളകിൻ്റെ പൊടി വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ ഇത് ചുവന്ന് വരണം. പൊടിയെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ വറുത്ത് ചുവന്ന് വരണം. നല്ലതുപോലെ വറുത്ത് കഴിഞ്ഞു, പാകമായി. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് അരച്ചിട്ട് മീൻ തീയൽ ഉണ്ടാക്കാം. ഞാൻ ഒരു മീൻ ക്ലീൻ ചെയ്ത് വച്ചേക്കാണ്. അതിലേക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ച് ഉള്ളി കൂടെ ഇട്ടാൽ അത്രയ്ക്ക് നല്ലതായിരിക്കും. എനിക്ക് അറിയാൻ വയ്യ, തളർന്നു പോയത് തന്നെ. അങ്ങനെ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. മുരിങ്ങയ്ക്ക വേണമെങ്കിൽ ചേർക്കാം. തേങ്ങ വറുത്തത് ഞാൻ അരച്ച് വച്ചിരിക്കുകയാണ്, കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. ആവശ്യത്തിന് കല്ലുപ്പ് ആഡ് ചെയ്യും. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് തിളച്ച് കുറുകിയതിന് ശേഷം കടുക് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് മീൻ വയ്ക്കുമ്പോഴൊക്കെ ലതികയെ ഓർമ്മ വരുന്നു. നെയ്യാറ്റിൻകര അനാവൂർ ലതിക ഇപ്പം പഴയതുപോലെ വീഡിയോയിലൊന്നും ആക്റ്റീവ് ആകുന്നില്ല. പഴയതുപോലെ വ്ലോഗിലേക്ക് ലതികയെ. എന്നെ ലതിക എപ്പോഴും നിർബന്ധിച്ച് എന്നെ വീഡിയോയിൽ വരാനും വീഡിയോയിൽ ഞാൻ വരാതിരുന്നപ്പോൾ ലതിക എന്നെ ഒരുപാട് നിർബന്ധിച്ചു വരണമെന്ന്. അതുപോലെ ലതിക വ്ലോഗിലേക്ക് പഴയതുപോലെ ആക്റ്റീവ് ആവണം. എന്നും രാവിലെ ഞാൻ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ലതികയുടെ വീഡിയോ ആയിരിക്കും. ഇന്ന് കുറച്ച് അരി ഉഴുന്ന് ഗ്രൈൻഡറിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്ന് അരച്ച് കഴിഞ്ഞു. അരി ഗ്രൈൻഡറിൽ ഉണ്ട്. അങ്ങനെ മീൻ തീയൽ റെഡിയായി. ഇനി ഇതിനെ കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. മുളക്, ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചൊഴിച്ചാൽ മാത്രം മതി, റെഡിയാവും. ഇത് കുരുമുളക് കൂടുതൽ ചേർത്തത് കൊണ്ടാണ് ഈ കളർ. കുരുമുളക് ചേർക്കാത്ത ചുവന്ന കളറാണ് ആവശ്യമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ചേർത്താൽ മതി. തിളച്ച് വന്നപ്പോൾ തന്നെ ആ കുരുമുളകിൻ്റെ നല്ലൊരു സ്മെല്ല്, ഇപ്പോഴും നല്ലൊരു സ്മെല്ല്. ഞാൻ ഇതിനെ കടുക് താളിച്ചൊഴിക്കട്ടെ. മീൻ തീയൽ കടുക് താളിക്കുന്നതിന് വേണ്ടി മുളക്, ഉള്ളി, കറിവേപ്പില, എന്നിട്ട് കടുകല്ല താളിക്കുന്നത്. കടുക് ചേർക്കില്ല നമ്മൾ. മീൻ കടുക് വറുക്കാൻ ഉലുവയാണ് ചേർക്കുന്നത്. അത് വളരെ കുറച്ച് ഉലുവ മാത്രം. പൊട്ടി തീർന്നിട്ട് മീനിലേക്ക് ഒഴിക്കുന്നതാണ്. അതിനിടയ്ക്ക് ഞാൻ അരി ഉഴുന്നും എല്ലാം മാവെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാകണമെങ്കിൽ 6 മണിക്കൂർ വേണം. വെച്ചു, ആ ജോലിയും തീർന്നു. ഉലുവ പൊട്ടി,
മീനിലേക്ക് ഇടുന്നു. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് മുരിട്ട് നിൽക്കുന്നത്. ഇതേ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് കിടക്കുന്നവർക്ക് മീൻ കറി ഉണ്ടാക്കി കൊടുക്കുന്നത്. ധാരാളം കുരുമുളക് ചേർത്ത് ഇതുപോലെ തേങ്ങ വറുത്തരച്ച് എൻ്റെ മീൻ കറി റെഡിയായി. മീൻ തീയൽ, മീൻ കറിയല്ല, സോറി, മീൻ തീയൽ എല്ലാം റെഡിയായി. അങ്ങനെ എൻ്റെ മീൻ തീയൽ റെഡിയായി. ഇതാകണ്ട എന്തോന്ന് മണമെന്നറിയാമോ? ഒരു രക്ഷയുമില്ല, അസാധ്യമാണ്. ഇത് ചോറ് മാത്രമാണ് എൻ്റെ ഇന്നത്തെ ഉച്ച ഊണ്. എന്തായാലും നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.